ചില മരണങ്ങൾ ഉത്തരങ്ങൾ അവശേഷിപ്പിക്കാറില്ല, പകരം വലിയൊരു ചതിക്കുഴിയുടെ തുടക്കമാകാറാണ് പതിവ്. ചെന്നൈ നഗരത്തിൽ ഒരു വൻകിട വ്യവസായിയുടെ മകൻ കൊല്ലപ്പെടുന്നു. പ്രതിപട്ടികയിൽ അവൻ്റെ കാമുകി മാത്രം. എന്നാൽ ആ കൊലപാതകത്തിന് ഉപയോഗിച്ച വിഷം ഒരു അദൃശ്യകരത്തിൻ്റെ സാന്നിധ്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വക്കീൽ കുപ്പായത്തിൻ്റെ ഉള്ളിലെ ബുദ്ധിരാക്ഷസന്മാർ തമ്മിലുള്ള പോരാട്ടമാണോ, അതോ അതിലുമപ്പുറം ഇരുളടഞ്ഞ ഒരു ഗൂഢാലോചനയോ? നമുക്ക് നോക്കാം. കേസ് നമ്പർ 41. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകൂട്ടോ, ടെൻഷനാകണ്ട. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നല്ല ത്രില്ലടിച്ച് കേൾക്കാൻ പറ്റിയ നല്ല അടിപൊളി കഥയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ തുടക്കത്തിൽ തന്നെ ചെന്നൈ നഗരത്തിൻ്റെ മധ്യത്തിൽ കൂറ്റൻ ചില്ലുകൊട്ടാരങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുകയാണ് സെൻട്രൽ ഹൈക്കോടതി. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മുഖത്ത് പരിഭ്രാന്തിയോ ധൃതിയോ അല്ലെങ്കിൽ ഒരു തരം അവിശ്വാസമോ ഉണ്ടാകും. എന്നാൽ ആ തിരക്കേറിയ സാഹചര്യത്തിലും ശാന്തനായി തൻ്റെ കേസ് ഫയലുകൾ മറച്ചു നോക്കുകയായിരുന്നു സത്യ. സത്യ തൻ്റെ 32-ാം വയസ്സിൽ ഒരു വിജയിയായ വക്കീലാണ്. കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിലേക്ക് കുടിയേറിയവൻ. അവൻ്റെ മൂർച്ചയുള്ള ബുദ്ധിയും വേഗത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും ശക്തമായ വാദങ്ങളും കാരണം അവന് ചെറുപ്പത്തിൽ തന്നെ കോടതിയിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചു. അവൻ്റെ രൂപം അല്പം പരുക്കനാണെങ്കിലും അവൻ്റെ സത്യസന്ധതയും വാദങ്ങളിലെ വ്യക്തതയും അവനെ പലർക്കും പ്രിയപ്പെട്ടൊരു വക്കീലാക്കി മാറ്റി. അവൻ്റെ കക്ഷികൾ പലപ്പോഴും അവൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. വ്യക്തിജീവിതത്തിൽ സത്യ ശാന്തനും രഹസ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവനുമായ ഒരു മനുഷ്യനാണ്. സത്യയുടെ മുറിയിലേക്ക് അവൻ്റെ സഹായി ഭരത് വേഗത്തിൽ കടന്നു വന്നു. സാർ, ഒരു പുതിയ കേസ്, വളരെ വലിയ കേസാണ്. സത്യ ഫയലുകൾ അടച്ചു വെച്ച് നിവർന്നിരുന്നു. എന്താണ് കേസ്? NKP ഗ്രൂപ്പിൻ്റെ തലവൻ കതിർവേലിൻ്റെ മകൻ ദീപക് മരിച്ചുപോയി. സത്യ ഞെട്ടലോടെ നോക്കി. NKP ഗ്രൂപ്പ് എന്നത് സംസ്ഥാനത്തെ വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. അതിൻ്റെ ഉടമയുടെ മകൻ്റെ മരണം സാധാരണ വിഷയമല്ല. എങ്ങനെയാണ് മരിച്ചത്? വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയതാണ് സാർ. പോലീസ് ഉടൻ തന്നെ ദീപകിൻ്റെ കാമുകി കാവ്യയെ അറസ്റ്റ് ചെയ്തു. സത്യ ചിന്തയിലായിരുന്നു. കാവ്യ എന്തിന്? കാവ്യ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടിയാണ്. കഴിഞ്ഞൊരു വർഷമായി ദീപക്കും അവളും പ്രണയത്തിലായിരുന്നു. എന്നാൽ ദീപകിൻ്റെ കുടുംബത്തിന് ഈ പ്രണയം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കാവ്യക്കെതിരെ ദീപകിൻ്റെ കുടുംബം കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആരാണ് കേസ് കൊണ്ടുവന്നിരിക്കുന്നത്? കാവ്യയുടെ കുടുംബം. അവർക്ക് നമ്മളെ വിശ്വാസമാണ്. ഈ കേസ് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, ഭരത് പറഞ്ഞു. സത്യ ആഴത്തിലുള്ള ആലോചനയിലായി. ഇതൊരു സാധാരണ കൊലപാതക കേസല്ല, ഒരു വലിയ സ്ഥാപനത്തിൻ്റെ അവകാശിയുടെ മരണം. ഈ കേസ് ഏറ്റെടുത്താൽ ഒരുപാട് സമ്മർദ്ദങ്ങളും ഭീഷണികളും വരും. എന്നാൽ ഒരു നിരപരാധിയായ പെൺകുട്ടി ശിക്ഷിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ സത്യയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശരി, ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു. കാവ്യയെ കാണാൻ സൗകര്യമൊരുക്കൂ. ഉടൻ തന്നെ അന്വേഷണം തുടങ്ങണം, സത്യ പറഞ്ഞു. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു ആഡംബര കോർപ്പറേറ്റ് നിയമസ്ഥാപനത്തിൻ്റെ കോൺഫറൻസ് റൂമിൽ ലാപ്ടോപ്പിൽ കേസുകൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരതി. മെലിഞ്ഞ ശരീരം, മൂർച്ചയുള്ള കണ്ണുകൾ, ബുദ്ധിപരമായ ചിരിയുള്ളവളുമായിരുന്നു ആരതി. അവളുടെ വസ്ത്രധാരണവും രീതിയും അവളുടെ ഉന്നത പശ്ചാത്തലം വ്യക്തമാക്കുന്നു. എന്നാൽ അവളുടെ രൂപത്തിന് പിന്നിൽ ഒരു കണിശക്കാരിയായ അഭിഭാഷക ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തൻ്റെ പിതാവ് വലിയൊരു വ്യവസായിയാണെങ്കിലും ആരതി സ്വന്തം പ്രയത്നത്തിലൂടെയാണ് ഈ നിലയിലെത്തിയത്. അവൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കേസിലും വിജയിക്കുക എന്നത് അവളുടെ പതിവാണ്. ആരതിയുടെ മാനേജർ അശോക് അവളുടെ അടുത്തേക്ക് വന്നു. ആരതി, ഒരു പ്രധാന കേസ്. നീ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറയൂ അശോക് സാർ. NKP ഗ്രൂപ്പ് തലവൻ കതിർവേൽ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ദീപക് കൊല്ലപ്പെട്ടു. പ്രതി അവൻ്റെ കാമുകി കാവ്യ തന്നെയാണ്. ഈ കേസിൽ നമ്മൾ ദീപകിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരാകണം. ആരതി ലാപ്ടോപ്പ് അടച്ചു. കാവ്യയാണ് പ്രതി എന്നതിന് എന്താ തെളിവ്? കാവ്യയാണ് വിഷം ദീപകിനെ കുത്തിവെച്ചതെന്ന് പോലീസ് പറയുന്നു. ദീപകിൻ്റെ ഫോണിൽ നിന്നും അവളുടേതായൊരു ഭീഷണി സന്ദേശവും വന്നിട്ടുണ്ട്. ആരതിയുടെ മുഖം ഗൗരവമായി. ഒരു കൊലക്കേസ് ഏറ്റെടുത്ത് ഒരു യുവതിയെ ശിക്ഷിക്കുന്നത് എനിക്കും അത്ര താല്പര്യമില്ല. പിന്നെ ഇത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ഇടപാടുകാരനാണ്. നിരസിച്ചാൽ നമുക്ക് നഷ്ടമുണ്ടാകും. ഇത് നിന്റെ ആദ്യത്തെ വലിയ കേസാണ്. വിജയിച്ചാൽ നിന്റെ മൂല്യവും ഉയരും, അശോക് പറഞ്ഞു. ആരതി ഒന്ന് മടിച്ചു. ഒരു വശത്തൊരു യുവതിയുടെ ഭാവി, മറുവശത്ത് അവളുടെ ഔദ്യോഗിക ജീവിതം. ആരതി ഒരു തീരുമാനമെടുത്തു. ശരി, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കട്ടെ. എനിക്ക് കേസ് ഫയലുകൾ അയച്ചു തരൂ, ആരതി പറഞ്ഞു. സത്യയും ആരതിയും ഒരേ കേസിൽ പരസ്പരം എതിർപക്ഷത്ത് നിൽക്കാൻ പോകുന്ന സത്യമറിയാതെ തന്നെ അവരുടെ യാത്ര ആരംഭിച്ചു.
ഈ കേസ് നമ്പർ 41 അവരുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ പോവുകയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. അന്ന് രാവിലെ കോടതി ഒരു യുദ്ധക്കളം പോലെ തിരക്കേറിയതായിരുന്നു. പത്രപ്രവർത്തകർ, പൊതുജനങ്ങൾ, പോലീസ് എന്നിങ്ങനെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കേസ് നമ്പർ 41 എന്ന പേര് നിയമരംഗത്തും ജനങ്ങൾക്കിടയിലും വലിയൊരു ചർച്ചയായിരുന്നു. റൂം നമ്പർ 22 പുറത്തു നിന്ന സത്യ തൻ്റെ കയ്യിലിരുന്ന ഫയലുകൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു. മുഖം ശാന്തമാണെങ്കിലും കണ്ണുകൾ മൂർച്ചയുള്ളതായിരുന്നു. ഈ കേസിൽ പ്രതിയെന്ന് പറയപ്പെടുന്ന കാവ്യ ഒരു നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവനുണ്ടായിരുന്നു. കാവ്യയുടെ കുടുംബം അവളുടെ നിഷ്കളങ്കതയിൽ വിശ്വസിച്ചതുകൊണ്ടാണ് സത്യ ഈ കേസ് ഏറ്റെടുത്തത്. സത്യ കോടതി മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ നേരത്തെ തന്നെ ആൾക്കാർ നിറഞ്ഞിരുന്നു. എതിർഭാഗത്തെ വക്കീലിൻ്റെ ഇരിപ്പിടവും ഒഴിവായിരുന്നു. സത്യ തൻ്റെ സീറ്റിലിരുന്ന് മാനസികമായി തയ്യാറെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് സത്യയുടെ കണ്ണുകൾക്ക് മുന്നിൽ മെലിഞ്ഞതും എന്നാൽ ഗാംഭീര്യമുള്ളതുമായ ഒരു രൂപം തെളിഞ്ഞു. അത് ആരതിയായിരുന്നു. അവളെ കണ്ടപ്പോൾ സത്യ ഒരു നിമിഷം ചിന്തയിലാഴ്ന്നു. അവൾ ധരിച്ചിരുന്ന ബ്രാൻഡഡ് സാരി ഒരു വ്യവസായിയുടെ മകളാണെന്ന് കാണിച്ചെങ്കിലും അവളുടെ ഉറച്ച നടത്തവും വ്യക്തമായ കാഴ്ചപ്പാടും അവളും തന്നെ പോലെ ഈ രംഗത്ത് കഴിവ് തെളിയിക്കാൻ വന്നതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി. സത്യയ്ക്ക് അവൾ അതീവ സുന്ദരിയായി തോന്നി. എന്നാൽ അവനൊരിക്കലും എതിരാളിയുടെ സൗന്ദര്യത്തിൽ മയങ്ങുന്നവനല്ല. ആരതി സത്യയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സാധാരണ വസ്ത്രധാരണം അവൻ്റെ പശ്ചാത്തലം വെളിപ്പെടുത്തി. എന്നാൽ അവൻ്റെ മൂർച്ചയുള്ള കണ്ണുകൾ അവനൊരു ശക്തനായ എതിരാളിയാണെന്ന് അവൾക്ക് തോന്നിപ്പിച്ചു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അതൊരു പോരാട്ടത്തിൻ്റെ തുടക്കം പോലെയായിരുന്നു. ശരിയായ സമയത്ത് ജഡ്ജി തൻ്റെ ഇരിപ്പിടത്തിലെത്തി. കേസ് മുറിയിൽ നിശബ്ദത പടർന്നു. കേസ് നമ്പർ 41 NKP ഗ്രൂപ്പ് തലവൻ കതിർവേലിൻ്റെ മകൻ ദീപക് വധക്കേസ്. കോടതി ഗുമസ്തൻ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. ആരതിയുടെ മാനേജർ അശോക് വാദം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങൾ കുറ്റപ്പെടുത്തിയതുപോലെ കാവ്യയാണ് ദീപകിൻ്റെ കാമുകി. എന്നാൽ ദീപക് തൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരം പ്രണയം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇത് അംഗീകരിക്കാത്ത കാവ്യ ദീപകിനെ കൊലപ്പെടുത്തി. കൊലപാതകം നടന്ന ദിവസം കാവ്യ ദീപകിൻ്റെ വീട്ടിലുണ്ടായിരുന്നതിന് തെളിവുകളുണ്ട്. ഫോൺ കോൾ വിവരങ്ങൾ. കൊലപാതകത്തിന് തൊട്ടുമുമ്പ് അവൾ ദീപകിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു. ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ കാവ്യയാണ് കുറ്റവാളിയെന്ന് വ്യക്തമായി തെളിയിക്കും. അശോക് തൻ്റെ വാദങ്ങൾ നിരത്തി. അശോകിൻ്റെ വാദം കഴിഞ്ഞപ്പോൾ ജഡ്ജി സത്യയെ നോക്കി. സത്യ, കുറ്റാരോപിതയായ കാവ്യയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വാദങ്ങൾ നിരത്താം, ജഡ്ജി പറഞ്ഞു. സത്യ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം കോടതി മുറിയിൽ മുഴങ്ങി. ബഹുമാനപ്പെട്ട ജഡ്ജി, എതിർഭാഗം ഉന്നയിച്ച എല്ലാ വാദങ്ങളും വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കുറ്റവാളി എന്ന് പറയുന്ന കാവ്യ ദീപക് മരിക്കുമ്പോൾ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഈ കൊലപാതകം നടന്ന സ്ഥലത്തുണ്ടായി എന്നത് ഒരാളെ കുറ്റവാളിയാക്കുമോ? ഇല്ല. പോലീസാണെങ്കിലോ കാവ്യയുടെ ഫോൺ രേഖകൾ കാണിച്ച് അവളെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതേ രേഖകളിൽ കാവ്യ ദീപകിനോട് വഴക്കിട്ടിട്ടില്ല, മറിച്ച് കണ്ണീരോടെ സംസാരിക്കുകയാണ് ചെയ്തത്. കാവ്യയ്ക്ക് ദീപകിനെ കൊല്ലാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്ന് ഞങ്ങൾ തെളിയും. കാവ്യ ഒരു നിരപരാധിയാണ്, അവൾക്ക് നീതി ലഭിക്കണം, സത്യ വൈകാരികമായി സംസാരിച്ചു. അവൻ്റെ വാദം ആരതി ഉൾപ്പെടെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. ആരതി അവൻ്റെ സംസാരശേഷിയെ മനസ്സിൽ അഭിനന്ദിച്ചു. അവൻ്റെ വാദങ്ങളിൽ ഒരു സത്യസന്ധതയും ദൃഢതയും ഉണ്ടായിരുന്നു. അപ്പോൾ ആരതി എഴുന്നേറ്റ് നിന്നു. അവളുടെ ശബ്ദം വ്യക്തവും മൂർച്ചയുള്ളതുമായിരുന്നു. ബഹുമാനപ്പെട്ട ജഡ്ജി, എതിർഭാഗം വക്കീല് തൻ്റെ കക്ഷി നിരപരാധിയാണെന്ന് വൈകാരികമായി സംസാരിച്ചു. എന്നാൽ വികാരങ്ങൾക്കിവിടെ സ്ഥാനമില്ല. തെളിവാണ് പ്രധാനം. ദീപക് കൊല്ലപ്പെട്ടപ്പോൾ കാവ്യ അവിടെ ഉണ്ടായിരുന്നു. ദീപകിന് വിഷം കുത്തിവെച്ച സിറിഞ്ചിൽ അവളുടെ വിരലടയാളം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നു വരികയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ നിലവിലെ തെളിവുകൾ കാവ്യയാണ് കുറ്റവാളിയെന്ന് വ്യക്തമാക്കുന്നു. എതിർഭാഗം വെറും വാക്കുകൾ കൊണ്ട് തൻ്റെ കക്ഷിയെ നിരപരാധിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ തെളിവുകളിലൂടെ കുറ്റം തെളിയിക്കും. ആരതി തൻ്റെ വാദം അവതരിപ്പിച്ചു. ആരതി വാദം പറയുമ്പോൾ സത്യയെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ നീ ഒരു കഴിവുള്ള വക്കീലാണെങ്കിലും ഈ കേസിൽ നീ തോറ്റുപോകുമെന്ന് വെല്ലുവിളിക്കുന്നത് പോലെ തോന്നി. സത്യയും പകരമായി അവളെ ഒന്ന് നോക്കി. അത് വാക്കുകളില്ലാത്ത ഒരു പോരാട്ടമായിരുന്നു. ജഡ്ജി രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ട ശേഷം കേസിൻ്റെ വിചാരണ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതായി അറിയിച്ചു. സത്യയും ആരതിയും കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരു നിമിഷം പരസ്പരം നോക്കി. രണ്ടുപേരുടെയും മുഖത്തൊരു നിഗൂഢമായ പുഞ്ചിരിയുണ്ടായിരുന്നു. അത് വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ചിരിയല്ല, മറിച്ച് തങ്ങൾ പരസ്പരം തുല്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ചിരിയായിരുന്നു. ഈ പോരാട്ടം ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണെന്ന് രണ്ടുപേരും അറിഞ്ഞില്ല. കോടതിയിൽ ആരതിയുമായി ഉണ്ടായിരുന്ന ആദ്യത്തെ ഏറ്റുമുട്ടലിന് ശേഷം സത്യ അന്ന് മുഴുവനും ഒരുതരം ചിന്തയിലായിരുന്നു.
ആരതിയുടെ കണ്ണുകളിലെ ആത്മവിശ്വാസം അവളെ വെറുമൊരു പണക്കാരി വക്കീലായി മാത്രം കാണാൻ അവനെ അനുവദിച്ചില്ല. അവളും തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നാൽ അവൻ കാവ്യയുടെ നിഷ്കളങ്കതയിൽ ഉറച്ചു നിന്നു. വൈകുന്നേരം തൻ്റെ ഓഫീസ് ജോലികൾ കഴിഞ്ഞ് ഒരു കോഫി കുടിക്കാൻ അടുത്തുള്ള ചെറിയ കടയിൽ പോയി. അവിടുത്തെ നിശബ്ദമായ സാഹചര്യത്തിൽ ഒറ്റയ്ക്കിരുന്ന് കോഫി കുടിക്കുന്നത് അവൻ്റെ ശീലമാണ്. അത് അവൻ്റെ മനസ്സിനൊരു സമാധാനം നൽകും. കടയ്ക്കുള്ളിൽ പ്രവേശിച്ചവൻ ഒരു മൂലയ്ക്കിരുന്ന രൂപത്തെ കണ്ടൊന്നും മടിച്ചു. അവിടെ ഇരുന്ന ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നത് മറ്റാരുമല്ല, ആരതിയായിരുന്നു. അവളൊരു സാധാരണ ജീൻസും ഷർട്ടും ധരിച്ചിരുന്നു. കോടതിയിൽ കണ്ട ആ കണിശക്കാരിയായ അഭിഭാഷകയിൽ നിന്നും ഇപ്പോൾ കാണുന്ന ആരതിക്ക് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. സത്യ അവളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ മറ്റൊരു ടേബിളിൽ ഇരിക്കാമെന്ന് കരുതി. എന്നാൽ ആരതി അവനെ ശ്രദ്ധിച്ചു. അവൾ ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഹായ്, നിങ്ങൾക്ക് ഈ കട ഇഷ്ടമാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്, ആരതി പറഞ്ഞു. അവളുടെ അപ്രതീക്ഷിതമായ പുഞ്ചിരി സത്യയെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചു. എനിക്ക് ഈ കടയിലെ സമാധാനം ഇഷ്ടമാണ്. സത്യ അവളുടെ ടേബിളിൻ്റെ അടുത്ത് വന്നു നിന്നു. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലിയും, അവൻ പറഞ്ഞു. ഇരിക്കൂ, ഒരു കോഫി കുടിക്കാം, ആരതി അവനെ ക്ഷണിച്ചു. സത്യ മടിയോടെ ഇരുന്നു. അവർ രണ്ടുപേരും മുഖാമുഖം ഇരുന്നു. അത് കോടതിയിൽ ഇരിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു വെല്ലുവിളിക്ക് തയ്യാറെടുക്കുന്നത് പോലെയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കേസുകളിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാകും, എന്നാൽ ഈ കേസിൽ നിങ്ങൾ തോറ്റുപോകും, ആരതി പറഞ്ഞു. സത്യ ചിരിച്ചു. അതൊക്കെ എനിക്കറിയാം. എന്നാൽ ഞാൻ എൻ്റെ കക്ഷിക്ക് വേണ്ടി സത്യസന്ധമായി വാദിക്കും. നിങ്ങൾ ദീപകിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്താണ്. അവർക്ക് വേണ്ടി എങ്ങനെ സത്യസന്ധമായി വാദിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ സംശയം. എൻ്റെ കക്ഷിയുടെ കുടുംബം ഒരു വലിയ പണക്കാരാണ്. എന്നാൽ ഒരു യഥാർത്ഥ വക്കീലായി ഞാൻ തെളിവുകളെ വിശ്വസിച്ചാണ് കേസിനെ സമീപിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തുറന്നു പറയാൻ മടിക്കില്ല, ആരതി പറഞ്ഞു. സത്യ അവളുടെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ടു. പണത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഈ കേസ് എടുത്തതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൻ പറഞ്ഞു. ഒരു നല്ല വക്കീൽ എന്ന നിലയിൽ നിങ്ങൾ ഈ കേസിനെ എങ്ങനെ നേരിടുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു വെല്ലുവിളിയായി മാത്രമല്ല, ഒരു സൗഹൃദമായും കരുതാം, ആരതി പറഞ്ഞു. ആരതിയുടെ സംസാരം കേട്ട് അവളെ തെറ്റായി വിലയിരുത്തിയെന്ന് സത്യയ്ക്ക് തോന്നി. ശരി, നിങ്ങളുടെ വാദം എന്താണ്? ദീപക് കൊല്ലപ്പെട്ട സമയത്ത് കാവ്യ അവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. വിഷം കുത്തിവെച്ച സിറിഞ്ചിൽ കാവ്യയുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടായിരുന്നു. ഈ തെളിവുകളെ നിങ്ങൾ എങ്ങനെ നേരിടും? ആരതി വെല്ലുവിളിയോടെ ചോദിച്ചു. സത്യ കോഫി കപ്പ് മെല്ലെ താഴെ വെച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ആ ഫിംഗർ പ്രിൻ്റ് കാവ്യയ്ക്കെതിരല്ല. ഒരുപക്ഷെ ദീപക് അവന് തന്നെ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ അവളത് തടയാൻ ശ്രമിച്ചതാകാം, സത്യ പറഞ്ഞു. ആരതി അത് കേട്ട് ഞെട്ടിപ്പോയി. എന്ത്? ദീപക് ആത്മഹത്യ ചെയ്തെന്നോ? അതിന് നിങ്ങളുടെ കൈവശം തെളിവുണ്ടോ? ഇല്ല, പക്ഷെ അതൊരു സംശയമാണ്. ഒരു വക്കീലായി നിങ്ങൾ ഈ സംശയം എങ്ങനെ തെളിയിക്കും? ആരതി ചിന്തയിലായിരുന്നു. സത്യയുടെ വാദം അവൾക്കൊരു പുതിയ വീക്ഷണം നൽകി. ഇതുവരെ അവളുടെ മനസ്സിലില്ലാതിരുന്ന ഒരു ചിന്തയായിരുന്നു ഇത്. ശരി, ഞാൻ പോകുന്നു. അടുത്ത ആഴ്ച കോടതിയിൽ കാണാം. സത്യ എഴുന്നേറ്റ് പോയി. ആരതി അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ. സത്യ ഒരു സാധാരണ വക്കീലല്ല. അവൻ്റെ മൂർച്ചയുള്ള ബുദ്ധി അവളുടെ മനസ്സിൽ ഒരുതരം ആകർഷണവും ഒപ്പം പേടിയും ഉണ്ടാക്കി. അന്ന് രാത്രി മുഴുവനും സത്യ പറഞ്ഞ വാക്കുകൾ ആരതിയുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു. ദീപക് ആത്മഹത്യ ചെയ്തതാകാം. ഈ ഒരു വാചകം അവളുടെ കേസ് രീതിയെ തന്നെ ഉലച്ചു കളഞ്ഞു. അവളുടെ കേസിൻ്റെ ആസ്ഥാനം തന്നെ കാവ്യ ഒരു കുറ്റവാളിയാണെന്നതാണ്. എന്നാൽ സത്യയുടെ വാക്കുകൾ ആ അടിസ്ഥാനത്തിന് ഒരു വിള്ളലുണ്ടാക്കി. അവൾ തൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വീണ്ടും പോയി. ദീപക് വധക്കേസിൻ്റെ ഫയലുകൾ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. AC മുറിയുടെ തണുപ്പിലും ആരതിയുടെ മനസ്സ് മാത്രം തിളച്ചുകൊണ്ടേയിരുന്നു. കാവ്യയുടെ ഫിംഗർ പ്രിൻ്റ്. അവൾ തന്നെത്താൻ പെറുപെറുത്തു. അതവളെ കൂടുതൽ ചിന്തിപ്പിച്ചു. ആരതി പോലീസിൽ നിന്ന് ലഭിച്ച ഫോറൻസിക് റിപ്പോർട്ട് ഒന്നുകൂടി എടുത്തു നോക്കി. ചോക്ലേറ്റ് ലേബൽ എന്ന പേരിട്ട് ആ ചോക്ലേറ്റ് പേപ്പറിലുണ്ടായിരുന്ന വിഷ സിറിഞ്ചിലെ ഫിംഗർ പ്രിൻ്റ് പോലീസ് പറഞ്ഞ പോലെ കാവ്യയുടേത് തന്നെയാണ്. എന്നാൽ ആ റിപ്പോർട്ടിലെ ഒരു ചെറിയ വരി ശ്രദ്ധിക്കാൻ ആരതി മറന്നുപോയി. ഫിംഗർ പ്രിൻ്റ് സിറിഞ്ചെടുത്തപ്പോൾ ഉണ്ടായതല്ല, മറിച്ച് അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മർദ്ദം പോലെയാണ് തോന്നുന്നത്. ഈ വാചകം ആരതിയുടെ ഹൃദയം ഒരു നിമിഷം നിലപ്പിച്ചു. ഇത് സത്യ പറഞ്ഞ വാക്കുകളെ ശരിവെക്കുന്നത് പോലെയായിരുന്നു. കാവ്യ ദീപകിനെ കൊല്ലാൻ ശ്രമിച്ചതല്ല, മറിച്ച് അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവനെ തടയാൻ ശ്രമിച്ചതാവാം. ആ ശ്രമത്തിലാണ് അവളുടെ വിരലടയാളം സിറിഞ്ചിൽ പതിഞ്ഞത്. ഈ പുതിയ വിവരം അവളുടെ കേസിനെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ആരതി ഉടൻ തന്നെ മാനേജർ അശോകിനെ ബന്ധപ്പെട്ടു. അശോക് സാർ, ഞാൻ പോലീസ് റിപ്പോർട്ട് ഒന്നുകൂടി കണ്ടു. ഫിംഗർ പ്രിൻ്റ് കൊലപാതകത്തിൻ്റേതുപോലെ തോന്നുന്നില്ല,
മറിച്ച് തടയാൻ ശ്രമിച്ചതിൻ്റെ അടയാളങ്ങൾ പോലെയാണ്. അശോക് ആരതിയുടെ സംസാരം കേട്ട് ദേഷ്യപ്പെട്ടു. എന്താണ് ആരതി, കേസിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? കക്ഷിയാണ് നമ്മുടെ പ്രധാനം. ഇത് നമുക്ക് കോടതിയിൽ എങ്ങനെ വാദിക്കാൻ കഴിയും? പ്രതി കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ നമുക്ക് ശക്തമായ തെളിവുകൾ വേണം. പക്ഷേ സാർ, എനിക്കൊരു കള്ളക്കേസിനെ സഹായിക്കാൻ കഴിയില്ല. എനിക്ക് നീതിയാണ് പ്രധാനം, ആരതി ഉറപ്പിച്ചു പറഞ്ഞു. അശോക് അവളുടെ വാക്കുകൾ കേട്ടില്ല. ഈ കേസിൽ എൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി നീ ഒന്നും സംസാരിക്കരുത്. നിന്റെ തോന്നലാണോ പ്രധാനം, അതോ ഇടപാടുകാരനാണോ എന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അശോകിൻ്റെ സംസാരം ആരതിയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ നിയമരംഗത്ത് വന്നതിൻ്റെ ഏക ലക്ഷ്യം ഓരോ നിരപരാധിക്കും നീതി ലഭിക്കണമെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ഒരു വലിയ കമ്പനിയുടെ പണത്തിനു വേണ്ടി ഒരു നിരപരാധിയെ ശിക്ഷിക്കേണ്ട അവസ്ഥ. അവളുടെ മനസ്സിൽ ഒരുതരം പോരാട്ടം നടക്കുകയാണ്. മറുഭാഗത്ത് സത്യ തൻ്റെ ചെറിയ മുറിയിലിരുന്ന് സ്വന്തമായ അന്വേഷണം തുടങ്ങി. അവൾ തൻ്റെ സുഹൃത്തും ഫോറൻസിക് വിദഗ്ധനുമായ പ്രവീണിനെ വിളിച്ചു. പ്രവീൺ, ഒരു കാര്യം, ദീപക് വധക്കേസിൽ ഉപയോഗിച്ച വിഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിനക്കറിയാമോ? അറിയാം സത്യ. അതൊരു അപൂർവ വിഷമാണ്, സെവൻത് സൈലൻസ്. അത് സാധാരണമായി വാങ്ങാൻ കഴിയില്ല. മെഡിക്കൽ രംഗത്ത് അതിന് അനുമതിയില്ല. എന്നിട്ടും ആ വിഷം എങ്ങനെ ദീപകിൻ്റെ കയ്യിൽ വന്നു? ഇതൊരു സാധാരണ കാര്യമല്ല, പ്രവീൺ പറഞ്ഞു. സത്യ ഞെട്ടിപ്പോയി. സെവൻത് സൈലന്റ്, ഇതൊരു അപൂർവ വിഷമാണ്. അങ്ങനെയെങ്കിൽ അത് കാവ്യക്ക് വാങ്ങാൻ കഴിയില്ല. അവൾക്കതിൻ്റെ കെമിക്കൽ ഫോർമുലയെക്കുറിച്ച് അറിയാനും സാധ്യതയില്ല. അതേ സത്യ, ആ വിഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ആശുപത്രിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതാണെന്നും ഒരു ഡോക്ടറാണത് മോഷ്ടിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നതായും വിവരമുണ്ട്. എന്നാൽ അതൊരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല, പ്രവീൺ പറഞ്ഞു. സത്യ സുഹൃത്തിനോട് നന്ദി പറഞ്ഞ് ഫോൺ വച്ചു. ഈ വിവരം അവൻ്റെ സംശയം ശരിയായ ദിശയിലാണെന്ന് കാണിച്ചു. ഇതൊരു വെറും കൊലക്കേസായി തോന്നുന്നില്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ദീപക് തന്നെ ഉണ്ടാക്കിയതാകാം, അല്ലെങ്കിൽ മറ്റാരോ സഹായിച്ചതാകാം. സത്യ വീണ്ടും കാവ്യയെ കാണാൻ പോയി. അവൾ ജയിലിലായിരുന്നപ്പോൾ സത്യ അവളോട് സംസാരിച്ചു. കാവ്യ, ദീപക് മരിച്ചപ്പോൾ എന്താണ് നടന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. ഞാൻ അവനെ കൊന്നിട്ടില്ല. അവൻ എന്നെ വഴക്ക് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഞാൻ അവനെ പ്രണയിച്ചിരുന്നു. ഞാൻ അവനെ കൊല്ലില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ നിന്നെ വഴക്ക് പറഞ്ഞതിന് ശേഷം എന്താണ് നടന്നത്? അവൻ തൻ്റെ ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. പിന്നെ ഒരു സിറിഞ്ചെടുത്ത് തൻ്റെ കയ്യിൽ കുത്തിവെച്ചു. അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തുവെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ അവനെ തടയാൻ ശ്രമിച്ചു, പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കാവ്യയുടെ വാക്കുകൾ സത്യയുടെ സംശയം ശരിയായ ദിശയിലാണെന്ന് കാണിച്ചു. ദീപകിൻ്റെ ഫോൺ, അവൻ സംസാരിച്ച ആ നിഗൂഢ സ്ത്രീ, സെവൻ സൈലൻസ് വിഷം, ഈ മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി തോന്നി. എന്നാൽ അത് തെളിയിക്കാൻ അവന് വലിയൊരു തെളിവ് ആവശ്യമായിരുന്നു. അതേസമയം ആരതിയും തനിക്ക് ലഭിച്ച പുതിയ വിവരങ്ങളുമായി തൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ അശോകിൻ്റെ ഉത്തരവ് ഒരു വശത്ത്, മറുവശത്ത് സത്യയുടെ വാദം. ഒരു നല്ല വക്കീലാകണമെന്ന തൻ്റെ ലക്ഷ്യം. ഈ രണ്ടിലും കൂടി അവൾക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. അടുത്ത വിചാരണ ദിവസം വന്നു. ഇത്തവണ ആരതിയുടെ മുഖത്ത് പതിവ് കണിശതയില്ലായിരുന്നു. സത്യയ്ക്ക് ലഭിച്ച സത്യങ്ങൾ അവൾക്കും ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് സത്യ കരുതി. കോടതി മുറിയിലേക്ക് ആരതി പ്രവേശിച്ചപ്പോൾ അവൻ്റെ സംശയം ഉറപ്പായി. അവളും ഒരുതരം ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നി. കേസ് നമ്പർ 41 വീണ്ടും വിളിച്ചു. ജഡ്ജി ഇരുന്നയുടനെ അശോക് തൻ്റെ വാദങ്ങൾ തുടങ്ങാൻ തയ്യാറായി. എന്നാൽ ആരതി എഴുന്നേറ്റ് നിന്നു. ബഹുമാനപ്പെട്ട ജഡ്ജി, ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട പുതിയ സാക്ഷിയെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവൾ പറഞ്ഞു. അവളുടെ ഈ അപ്രതീക്ഷിത നീക്കം കോടതി മുറിയിൽ വലിയ ചർച്ചയുണ്ടാക്കി. അശോക് ദേഷ്യത്തോടെ അവളെ നോക്കി. ജഡ്ജി സമ്മതിച്ചു. ആരാണ് ആ സാക്ഷി? ദീപകിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അരുൺ, ആരതി പറഞ്ഞു. അരുൺ ഉള്ളിലേക്ക് വന്നപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കാരണം പോലീസ് അന്വേഷണത്തിൽ അരുൺ ദീപകിനോട് അതീവ വിശ്വസ്തനാണെന്നാണ് പറഞ്ഞിരുന്നത്. ആരതി അവൻ്റെ സാക്ഷിമൊഴിയിലൂടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആരതി അരുണിനോട് ചോദിച്ചു, അരുൺ, നിനക്ക് ദീപകിനെ കുറിച്ചും കാവ്യയെക്കുറിച്ചും അറിയാം. അവർ രണ്ടുപേരും വഴക്കിട്ടിരുന്നത് സത്യമാണോ? അതെ മാഡം, ചില സമയങ്ങളിൽ അവർ വഴക്കിടാറുണ്ട്, അരുൺ പറഞ്ഞു. അവസാനമായി കൊലപാതകം നടന്ന ദിവസം ദീപക് നിന്നോട് സംസാരിച്ചിരുന്നു? ആരതി ചോദിച്ചു. അരുൺ ഒന്നും മടിച്ചു. അതെ, അന്ന് വൈകുന്നേരം ദീപക് എന്നോട് പറഞ്ഞു, അരുൺ, ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. കാവ്യയിൽ നിന്നും അകന്നു. അവർക്കാർക്കും അവളെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം മറ്റൊരാളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. ആ വാക്കുകൾ ആരതിക്ക് ഒരു പുതിയ ദിശ നൽകി. അപ്പോൾ കാവ്യയിൽ നിന്നും ദീപക് അകന്നോ? അതെ, അത് സത്യമാണ്, അരുൺ പറഞ്ഞു. ആരതിയുടെ വാദങ്ങൾ സത്യയ്ക്ക് മനസ്സിലായി. അവൾ ദീപകിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ പുതിയൊരു രഹസ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്.
അപ്പോൾ സത്യ എഴുന്നേറ്റ് നിന്നു. ബഹുമാനപ്പെട്ട ജഡ്ജി, എനിക്ക് സാക്ഷിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ജഡ്ജി അനുവാദം നൽകിയപ്പോൾ സത്യ അരുണിനെ നോക്കി. അരുൺ, നിങ്ങൾ ദീപകിൻ്റെ സഹായിയാണ്. ദീപക് ഒരു രോഗിയാണോ? അരുൺ ഞെട്ടിപ്പോയി. അല്ല, അവൻ ആരോഗ്യവാനായിരുന്നു. ദീപകിന് ഹൃദ്രോഗമുണ്ടായിരുന്നതായി ഞാൻ കേട്ടു. അത് സത്യമാണോ? സത്യ ചോദിച്ചു. അരുൺ മറുപടി പറയാൻ കഴിയാതെ മടിച്ചു. അപ്പോൾ ആരതി എഴുന്നേറ്റ് നിന്നു. ബഹുമാനപ്പെട്ട ജഡ്ജി, എതിർഭാഗം വക്കീൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിന് കേസുമായി ബന്ധമില്ല. ഇല്ല മാഡം, ഇതിന് കേസുമായി വലിയ ബന്ധമുണ്ട്. ദീപക് തനിക്കൊരു അസുഖമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ആ സമയം കാവ്യ അവനെ തടയാൻ ശ്രമിച്ചതാകാം, സത്യ വാദിച്ചു. കോടതിയിൽ വീണ്ടും ചർച്ചകൾ നടന്നു. അശോക് ദേഷ്യത്തോടെ സത്യയെ നോക്കി. ആരതി ഒരു നിമിഷം സത്യയെ നോക്കി അത്ഭുതപ്പെട്ടു. അവൻ്റെ വാദം അവൾക്കൊരു പുതിയ വഴിത്തിരിവായി. ജഡ്ജി രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ട ശേഷം, ഈ കേസിലെ രഹസ്യം ഇനിയും പുറത്തു വന്നിട്ടില്ല. പോലീസ് വീണ്ടും അന്വേഷിക്കണം. അതുവരെ കേസ് മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. സത്യയും ആരതിയും പരസ്പരം നോക്കി. അവർ രണ്ടുപേരും ഒരു പുതിയ സത്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതെന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. കോടതി മാറ്റിവെച്ചത് സത്യയ്ക്കും ആരതിക്കും ഒരു പുതിയ വഴി തുറന്നു നൽകി. കേസിൻ്റെ വാദങ്ങൾ വികാരരഹിതവും സത്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കണമെന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കി. സത്യയ്ക്ക് കാവ്യയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതായിരുന്നു. ആരതി തൻ്റെ പ്രൊഫഷണൽ ധർമ്മത്തിനും മനസ്സാക്ഷിക്കുമിടയിലുള്ള പോരാട്ടത്തിലായിരുന്നു. അശോകിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ആരതി സ്വന്തമായി അന്വേഷണം തുടങ്ങി. അവളുടെ ലക്ഷ്യം പണമല്ല, നീതിയായിരുന്നു. ഇതാണ് അവളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അവൾ ദീപകിൻ്റെ സ്വകാര്യ ജീവിതം, അവൻ ആരോടൊക്കെ സംസാരിച്ചു, അവൻ എന്തു രോഗങ്ങളുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു. ആരതി ദീപക് കൊല്ലപ്പെട്ടപ്പോൾ ലഭിച്ച എല്ലാ തെളിവുകളും വീണ്ടും പരിശോധിച്ചു. സെവൻത് സൈലൻസ് എന്ന അപൂർവ വിഷത്തെക്കുറിച്ചുള്ള വിവരം അവളുടെ മനസ്സിൽ ഒരു കടങ്കഥയുണ്ടാക്കി. ഈ വിഷം എങ്ങനെ ദീപകിന് ലഭിച്ചു? ഒരു സാധാരണ പെൺകുട്ടിയായ കാവ്യയ്ക്ക് ഇത് വാങ്ങാൻ കഴിയില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ അവളുടെ മാനേജർ അശോകിന് അറിയുമായിരിക്കും. അവൻ്റെ പരിഭ്രമം ആരതിയെ കൂടുതൽ ചിന്തിപ്പിച്ചു. ആരതി തൻ്റെ ഓഫീസിലെ ഒരു ജീവനക്കാരൻ വഴി ദീപകിൻ്റെ സ്വകാര്യ ആശുപത്രി റിപ്പോർട്ടുകൾ രഹസ്യമായി സംഘടിപ്പിച്ചു. ദീപക് ഒരു വലിയ വ്യവസായിയുടെ മകനായതുകൊണ്ട് അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ചില ശ്രമങ്ങൾക്ക് ശേഷം ഒരു നഴ്സിൻ്റെ സഹായത്തോടെ അവൾക്ക് ചില പ്രധാന വിവരങ്ങൾ ലഭിച്ചു. ദീപകിനൊരു അപൂർവ ഹൃദ്രോഗം ബാധിച്ചിരുന്നവനായിരുന്നു. അതൊരു തരം ഹൃദയപേശികൾ നശിക്കുന്ന രോഗമായിരുന്നു. അവനെ ചികിത്സിക്കാൻ ഒരു പ്രത്യേക ഡോക്ടർ അവനുമായി രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് നഴ്സ് പറയുന്നു. ഈ വിവരം ആരതിക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കി. ദീപക് ഒരു വലിയ പണക്കാരനാണ്. അവൻ്റെ രോഗം അവൻ എന്തിനാണ് മറച്ചു പിടിച്ചത്? തൻ്റെ കുടുംബത്തെ പോലും അറിയിക്കാതെ എന്തിനാണിത് രഹസ്യമാക്കിയത്? ആരതിയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ. അതേസമയം സത്യയും തൻ്റെ അന്വേഷണങ്ങൾ തുടർന്നു. അവന് കാവ്യയുടെ മൊഴിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാവ്യ ദീപക് മരിച്ചപ്പോൾ അവനോട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഇതൊരു വഴക്കിൻ്റെ അവസാനമല്ല, മറിച്ച് ഒരു വൈകാരിക സംഭാഷണമാണ്. സത്യ തൻ്റെ സുഹൃത്ത് പ്രവീണിനോട് വീണ്ടും സംസാരിച്ചു. പ്രവീൺ, ദീപകിൻ്റെ ഫോണിൽ നിന്നും അവനൊരു സ്ത്രീയോട് സംസാരിച്ചതായി കാവ്യ പറയുന്നു. ആ സ്ത്രീയുടെ അടയാളം കണ്ടെത്താൻ കഴിയുമോ? പ്രവീൺ ചില സാങ്കേതിക ശ്രമങ്ങൾക്ക് ശേഷം ദീപകിൻ്റെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചു. സത്യ, ദീപക് അവസാനമായി സംസാരിച്ച നമ്പർ ഒരു പബ്ലിക് ഫോൺ ബൂത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ അതൊരു സാധാരണ നമ്പറല്ല, അതൊരു വിർച്വൽ നമ്പറാണ്. വിർച്വൽ നമ്പറോ? അതെന്താണ്? ആ നമ്പർ യാതൊരു സിം കാർഡും ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ വഴി ഉണ്ടാക്കിയതാണ്. ആ നമ്പറിനെ ദീപകിൻ്റെ ഒരു സ്വകാര്യ ഇമെയിൽ വിലാസത്തിൽ നിന്നും ആരൊരാൾ നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ടാകാം. ദീപക് തന്നെയായിരിക്കാം ആ നമ്പർ ഉപയോഗിച്ചത്, പ്രവീൺ പറഞ്ഞു. സത്യ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ ദീപക് തൻ്റെ കുടുംബത്തിൽ നിന്നും കാവ്യയിൽ നിന്നും ഒരു രഹസ്യം മറയ്ക്കാൻ ആഗ്രഹിച്ചിരിക്കാം. സത്യയുടെ സംശയം ആരതിയുടെ കണ്ടെത്തലുമായി കൃത്യമായി ഒത്തുചേർന്നു. ദീപകിന് ഒരു രോഗം ബാധിച്ചവനായിരുന്നു. അതവൻ രഹസ്യമാക്കി വച്ചു. ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച വിഷവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കാമെന്ന് സത്യ കരുതി. ഒരുപക്ഷെ ദീപക് തന്നെത്താൻ മരിക്കാൻ തീരുമാനമെടുത്തതാകാം. എന്നാൽ അതിന് കാരണം അവൻ്റെ രോഗമാണോ അതോ സ്വകാര്യ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളോ? അപ്പോൾ സത്യയും ആരതിയും വീണ്ടും കണ്ടുമുട്ടി. ഇത്തവണ കോടതിയിലല്ല. അവർ രണ്ടുപേരും ഒരു പൊതു ലൈബ്രറിയിൽ പഴയ മെഡിക്കൽ റിപ്പോർട്ട് തിരയാൻ വന്നതായിരുന്നു. രണ്ടുപേരും ഒരേ സമയം ഒരേ ഫയൽ തിരഞ്ഞു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. ആ കൂടിക്കാഴ്ചയിൽ പഴയ പോരാട്ടമില്ലായിരുന്നു, ഒരു ശാന്തമായ വിശ്വാസമുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. നിങ്ങൾ ഈ കേസിനെ എങ്ങനെ നേരിടുമെന്ന് എനിക്ക് നന്നായി അറിയാം, ആരതി പറഞ്ഞു. സത്യ ചിരിച്ചു. നിങ്ങളും എന്നെപ്പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൻ പറഞ്ഞു.
അവർ രണ്ടുപേരും ചേർന്ന് ദീപകിൻ്റെ മരണത്തിലെ രഹസ്യം കണ്ടെത്താൻ പുതിയൊരു വഴിക്ക് പോകാൻ തീരുമാനിച്ചു. ഈ പുതിയ വഴി ഒരുപക്ഷെ അവരുടെ പ്രണയത്തിനും പുതിയൊരു വഴിയായേക്കാം. സത്യയും ആരതിയും അപ്രതീക്ഷിതമായി ലൈബ്രറിയിൽ കണ്ടുമുട്ടിയത് ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. രണ്ടുപേരും തങ്ങൾ കണ്ടെത്തിയ പുതിയ സത്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം മുമ്പുണ്ടായിരുന്ന മത്സരം ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടായ ശ്രമമായി മാറി. ആരതി സത്യയോട് ദീപകിൻ്റെ രഹസ്യ ഹൃദ്രോഗത്തെക്കുറിച്ചും നഴ്സ് വഴി ലഭിച്ച വിവരങ്ങളെക്കുറിച്ചും പറഞ്ഞു. ദീപക് ഒരു പ്രത്യേക ഹൃദ്രോഗ ബാധിതനായിരുന്നു. അതവൻ രഹസ്യമായി വച്ചു. ഇതവൻ്റെ കുടുംബത്തിന് പോലും അറിയില്ല. സത്യ ആരതിയുടെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ടു. അവൻ്റെ കണ്ണുകളിൽ ബഹുമാനം തെളിഞ്ഞു. അപ്പോൾ ഞാൻ കരുതിയത് ശരിയാണ്. ദീപക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാകാം. അതവൻ്റെ രോഗം കാരണമായിരിക്കാം. സത്യ ആരതിയോട് ദീപക് മരിച്ചപ്പോൾ കാവ്യ കണ്ണീരോടെ സംസാരിച്ചതിനെക്കുറിച്ചും പ്രവീൺ വഴി ലഭിച്ച 7th സൈലന്റ് വിഷത്തെക്കുറിച്ചും പറഞ്ഞു. ആ വിഷം ഒരു സാധാരണ വിഷമല്ല. അത് മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു അപൂർവ മരുന്നാണ്. അത് കാവ്യക്ക് വാങ്ങാൻ കഴിയില്ല, അവൻ പറഞ്ഞു. ആരതി സത്യയുടെ വാക്കുകൾ കേട്ട് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഒരു നൂല് പോലെ അഴിഞ്ഞുപോയതായി തോന്നി. അപ്പോൾ അശോക് സാർ എന്തിനാണ് ഈ കേസിന് ഇത്ര ഗൗരവമായി എടുത്തത്? അദ്ദേഹത്തിന് ഈ രഹസ്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? ആരതി സംശയിച്ചു. ഉണ്ടാകാം. ഒരുപക്ഷെ ദീപകിൻ്റെ മരണത്തിൽ അശോക് സാറിന് എന്തെങ്കിലും പങ്കുണ്ടാകാം, സത്യ പറഞ്ഞു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് നടന്നു. ഇപ്പോൾ അവർ ശത്രുക്കളല്ല, മറിച്ച് പരസ്പരം തുണയാകുന്ന സുഹൃത്തുക്കളാണ്. ആ സമയത്ത് രണ്ടുപേരിലും ഒരു ചെറിയ പ്രണയവികാരം തോന്നിത്തുടങ്ങി. അത് അവർക്കിടയിലുണ്ടായിരുന്ന പ്രൊഫഷണൽ ബഹുമാനത്തിനപ്പുറമുള്ള ഒരു വ്യക്തിപരമായ വികാരമായിരുന്നു. അവരൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം തുടർന്നു. നമ്മളാദ്യം ദീപക് ആരോട് രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തണം. ദീപക് ഉപയോഗിച്ച ആ വെർച്വൽ നമ്പർ ആരുടേതാണെന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ സത്യം പുറത്തു വരാം, ആരതി പറഞ്ഞു. സത്യ തൻ്റെ സുഹൃത്ത് പ്രവീണിനെ വീണ്ടും വിളിച്ചു. പ്രവീൺ, ആ വെർച്വൽ നമ്പർ ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയുമോ? പ്രവീൺ ചില സാങ്കേതിക ശ്രമങ്ങൾക്ക് ശേഷം ഒരു പുതിയ വിവരം കണ്ടെത്തി. സത്യ, ആ നമ്പർ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു വലിയ ആശുപത്രിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ സ്ത്രീയുടെ പേര് ദേവി എന്നാണ്. അവൾ അതേ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഈ വിവരം സത്യയ്ക്കും ആരതിക്കും വലിയൊരു ഞെട്ടലുണ്ടാക്കി. നഴ്സോ? ഒരുപക്ഷെ ദീപകിൻ്റെ ഹൃദ്രോഗം ചികിത്സിച്ചിരുന്ന നഴ്സ് അവളായിരിക്കാം, ആരതി പറഞ്ഞു. അതെ, ഒരുപക്ഷെ ദീപകിൻ്റെ കുടുംബം അറിയാതെ ദീപകിന് മരുന്നുകൾ നൽകിയിരുന്നത് അവളായിരിക്കാം. ഒരുപക്ഷെ ആ മരുന്നുകൾ അബദ്ധത്തിൽ വിഷമായി മാറിയതാകാം, സത്യ പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് ആ നഴ്സിനെ തിരഞ്ഞു പോകാൻ തീരുമാനിച്ചു. ആ പുതിയ സാക്ഷി കേസിൻ്റെ ഗതി തന്നെ മാറ്റുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ അവരറിഞ്ഞില്ല ഈ പുതിയ സാക്ഷിയും വലിയൊരു രഹസ്യം മറച്ചു വച്ചിരിക്കുകയാണെന്ന്. ദീപകിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് സത്യയും ആരതിയും മനസ്സിലാക്കി. രണ്ടുപേരും അന്വേഷണം തുടർന്നുവെങ്കിലും മനസ്സിൽ പരസ്പരം തുണയാകുന്നത് അനുഭവിച്ചു. അവരുടെ അടുത്ത ലക്ഷ്യം ദീപകിനെ ചികിത്സിച്ച നഴ്സ് ദേവിയായിരുന്നു. ദേവിയെ തിരഞ്ഞ് സത്യയും ആരതിയും ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. എന്നാൽ ദേവി ഡ്യൂട്ടിയിലില്ല എന്നറിഞ്ഞു. അവളൊരു അത്യാവശ്യ അവധി എടുത്തിരിക്കുകയാണെന്ന് ജീവനക്കാർ പറഞ്ഞു. അവൾ വീട്ടിൽ പോയിരിക്കാമെന്ന് കരുതി അവർ അവളുടെ വിലാസം വാങ്ങിയിറങ്ങി. രണ്ടുപേരും ആശുപത്രി വാതിലിലെത്തിയപ്പോൾ സത്യയുടെ ഫോൺ ബെല്ലടിച്ചു. അതവൻ്റെ സുഹൃത്ത് പ്രവീണായിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ പരിഭ്രമമുണ്ടായിരുന്നു. സത്യ, ദേവി എന്ന ആ നഴ്സ് ഇന്നലെ രാവിലെ തൻ്റെ വീട്ടിൽ വെച്ച് മരിച്ചു, പ്രവീൺ പറഞ്ഞു. സത്യയും ആരതിയും ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത്, മരിച്ചെന്നോ? അതെങ്ങനെ? സത്യ ചോദിച്ചു. പോലീസ് ആത്മഹത്യയാണെന്ന് പറയുന്നു. ദേവി ദീപക് വധക്കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പേടി കാരണം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്, പ്രവീൺ പറഞ്ഞു. ആത്മഹത്യയോ? ദേവി ഒരു ഭീരുവല്ല. അവൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ആരതി പറഞ്ഞു. അതും ദീപക് മരിച്ചതിന് ശേഷവും അവളുടെ മരണം ആത്മഹത്യയാണെന്ന് എങ്ങനെ നിഗമനത്തിലെത്താൻ കഴിയും? പ്രവീൺ പറഞ്ഞു. അവളുടെ ശരീരത്തിൽ വിഷം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 7th സൈലൻസ് എന്ന വിഷമാണ്. ദീപകിൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയ അതേ വിഷം തന്നെയാണിത്. ഈ വിവരം സത്യയ്ക്കും ആരതിക്കും വലിയൊരു ഞെട്ടലായി. ദേവി ദീപകിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷം കൊണ്ട് തന്നെയാണ് മരിച്ചത്. എന്നാൽ ഇത് ആത്മഹത്യയാണോ? അല്ല, ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്. സത്യം പുറത്തു പറയാൻ ശ്രമിച്ചതുകൊണ്ടാണ് അവൾ കൊല്ലപ്പെട്ടത്. സത്യയും ആരതിയും പരസ്പരം നോക്കി. ദേവിയുടെ മരണം ഈ കേസിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കി. ഇപ്പോൾ അവർ രണ്ടുപേരും ഈ കേസിൽ വ്യക്തിപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യ, ഇനി നമ്മൾ എന്തു ചെയ്യും? ദേവി കൊല്ലപ്പെട്ടു. അവളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് പറയുന്നു. ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്. എന്നാൽ ഇത് പോലീസിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? ആരതി ചോദിച്ചു. ആരതി, നമ്മളിപ്പോൾ ധൃതി കാണിക്കരുത്. ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ അരുണാണ്. അരുണും ദേവിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടെത്തണം. അരുണിനെ കണ്ടെത്തിയാൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള പ്രധാന വ്യക്തികളെ നമുക്ക് കണ്ടെത്താം.
സത്യ പറഞ്ഞു, അശോകാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. നമ്മുടെ ജീവനും അപകടമുണ്ടാകാം. ആരതി സത്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സത്യ, പേടിക്കണ്ട. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ രഹസ്യം പുറത്തു കൊണ്ടുവരും. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്താം. പ്രവീണിൽ നിന്നും ദേവിയുടെ മരണവാർത്ത കേട്ടപ്പോൾ സത്യയും ആരതിയും ഞെട്ടിപ്പോയി. അവർ രണ്ടുപേരും ആശുപത്രി വാതിലിൽ നിൽക്കുകയായിരുന്നു. നഗരം ബഹളമയമാണെങ്കിലും അവരുടെ കാതുകളിൽ ഒന്നും കേട്ടില്ല. പേടിയും ദേഷ്യവും അവരുടെ മനസ്സിൽ കലർന്നു. സത്യ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. ദേവി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവില്ല ആരതി. ഇതൊരു കൊലപാതകം തന്നെയാണ്. ദീപക് വധത്തിന് പിന്നിലുള്ള ഗൂഢാലോചന തന്നെയാണ് ഇപ്പോൾ ദേവിയുടെ ജീവനും എടുത്തത്. അതേ സത്യ, അവളെ കാണാൻ പോയതുകൊണ്ടാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്. ഇതൊരു വലിയ അപകടത്തിൻ്റെ തുടക്കമാണ്, ആരതി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരു നടുക്കമുണ്ടായിരുന്നു. സത്യ ആരതിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, പേടിക്കണ്ട. ഇപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ കൊലപാതകത്തിന് പിന്നിൽ അരുൺ, അശോക് എന്നിങ്ങനെ 2 വ്യക്തികളുണ്ട്. അരുണിനെ കണ്ടെത്തിയാൽ അശോകിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. അരുണിനെ എങ്ങനെ കണ്ടെത്തും? അവനിപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ടാകും, ആരതി പറഞ്ഞു. പ്രവീൺ അരുണിൻ്റെ ഫോൺ രേഖകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ അരുൺ അശോകുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നത് തെളിവുണ്ട്. അരുൺ ഇപ്പോൾ അശോകിൻ്റെ ഉത്തരവിനായി കാത്തിരിക്കുകയായിരിക്കും. അവൻ എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം, സത്യ പറഞ്ഞു. അവർ രണ്ടുപേരും ദേവിയുടെ വീട്ടിൽ പോയി. അവിടെ പോലീസ് അന്വേഷണം നടക്കുകയായിരുന്നു. സത്യയും ആരതിയും തങ്ങളെ മറ്റു രീതിയിൽ പരിചയപ്പെടുത്തി പോലീസുകാരോട് സംസാരിച്ച് ദേവിയുടെ വീട് പരിശോധിക്കാൻ പോയി. ദേവിയുടെ വീട് ഒരു ചെറിയ മുറി മാത്രമായിരുന്നു. അവിടെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഒരു ചെറിയ മേശപ്പുറത്ത് പഴയൊരു ഡയറി ഉണ്ടായിരുന്നു. ആരതി ആ ഡയറി തുറന്നു. സത്യ, ഇവിടെ നോക്കൂ. ദേവി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഡയറിയിൽ ദേവി അരുണിൻ്റെ പേരും അവൻ അശോകിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും എഴുതിയിരുന്നു. കൂടാതെ ദീപക് അശോകിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അശോക് ദീപകിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അവൾ എഴുതിയിരുന്നു. ഇതാണ് തെളിവ്. അശോകാണ് ഈ കൊലപാതകത്തിന് കാരണം, ആരതി പറഞ്ഞു. അതെ, എന്നാൽ ഇത് കോടതിയിൽ തെളിയിക്കാൻ നമുക്ക് അരുണിൻ്റെ സാക്ഷിമൊഴി വേണം. അരുണിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ, സത്യ പറഞ്ഞു. അവർ രണ്ടുപേരും അരുണിൻ്റെ ഫോൺ രേഖകൾ വെച്ച് അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി. അത് നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ ലോഡ്ജായിരുന്നു. രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ അരുൺ മുറിക്കുള്ളിൽ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. അരുൺ, ആരതി അവനെ വിളിച്ചു. അരുൺ അവരെ കണ്ടപ്പോൾ, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്നത്? ദയവായി എന്നെ ഒറ്റയ്ക്ക് വിടൂ, എനിക്കൊന്നും അറിയില്ല എന്ന് പേടിയോടെ പറഞ്ഞു. അരുൺ, അശോക് നിന്നോട് എന്താണ് പറഞ്ഞത്? നീയാണോ ദേവിയെ കൊന്നത്? സത്യ നേരിട്ട് ചോദിച്ചു. അരുൺ പേടിച്ച് മരവിച്ചുപോയി. എനിക്കൊന്നും അറിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാർ ലോഡ്ജിൻ്റെ മുന്നിൽ വന്നു നിന്നു. അശോക് തൻ്റെ കാറിൽ നിന്നിറങ്ങി. അശോകിനെ കണ്ട അരുൺ, സാർ, അശോക് സാർ, എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. അശോക് ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. സത്യ, ആരതി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. നിങ്ങളിവിടെ വരാൻ പാടില്ല, അശോക് പറഞ്ഞു. അശോക് സാർ, നിങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണം. അരുൺ നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ രണ്ടുപേരും ഈ കേസിൽ പരസ്പരം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനത് തെളിയിക്കും, സത്യ പറഞ്ഞു. സത്യ, നീ എൻ്റെ മേൽ കുറ്റം ചുമത്തുകയാണ്, അതും തെളിവില്ലാതെ. ഇത് കോടതിയിൽ നിലനിൽക്കില്ല, അശോക് പറഞ്ഞു. എനിക്ക് അരുണിൻ്റെ സാക്ഷിമൊഴി വേണം. അരുൺ സത്യം പറഞ്ഞാൽ നിങ്ങൾ അകത്തു പോകുമെന്ന് ഉറപ്പാണ്, സത്യ പറഞ്ഞു. അശോക് അരുണിനെ നോക്കി ഒരിക്കൽ ചിരിച്ചു. അരുൺ, നീ എന്താണ് അവരോട് സത്യം പറയാത്തത്? അരുൺ, ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്കൊന്നും അറിയില്ല എന്ന് അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അശോകിൻ്റെ പിറകിൽ നിന്നും ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും 2 ഗുണ്ടകൾ ഇറങ്ങി. സത്യയും ആരതിയും അപകടം മനസ്സിലാക്കി. അശോക് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ജീവനോട് ഇരുന്നാലല്ലേ കോടതിയിൽ സാക്ഷിമൊഴി നൽകാൻ കഴിയൂ? അശോകിൻ്റെ വാക്കുകളും ഗുണ്ടകളുടെ നോട്ടവും സത്യയെയും ആരതിയെയും ഭയപ്പെടുത്തി. അരുൺ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. ലോഡ്ജിൻ്റെ ആ വിജനമായ സ്ഥലം ഒരു ക്രൂരമായ അന്ത്യത്തിന് തയ്യാറെടുക്കുന്നത് പോലെ നിശബ്ദമായി. സത്യ ആരതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അശോക് സാർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു വലിയ കുറ്റമാണ്. നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്, അവൻ പറഞ്ഞു. അശോക് ചിരിച്ചു. സത്യ, ഈ ലോകത്ത് സത്യമെന്നൊന്നില്ല. പണക്കാർ പറയുന്നതാണ് സത്യം. ദീപക് മരിച്ചു. ദേവി ആത്മഹത്യ ചെയ്തു. ഈ കേസ് ഇവിടെ അവസാനിക്കും. നിങ്ങൾ രണ്ടുപേരും കാണാതാകും. ഇപ്പോൾ നിങ്ങളൊരു കൊലപാതകിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഞങ്ങൾ പുറത്തു പോയാൽ പോലീസിനോട് നിങ്ങളെക്കുറിച്ച് പറയും, ആരതി പറഞ്ഞു. നിങ്ങൾ പുറത്തു പോയാലല്ലേ? അശോക് ചിരിച്ചു. ഗുണ്ടകൾ സത്യയുടെയും ആരതിയുടെയും അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. സത്യ ഒരു നിമിഷം ആലോചിച്ചു. പേടിച്ചാൽ പേടി കൂടും, ധൈര്യമായിരുന്നാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം.
അവൻ ഗുണ്ടകളെ നോക്കി പുഞ്ചിരിച്ചു. ഏയ് നിൽക്ക്, നിങ്ങൾക്ക് അശോക് സാർ എത്ര പണം നൽകിയെന്ന് എനിക്കറിയില്ല. എന്നാൽ അശോക് ഒരു കൊലപാതകിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ കൊലപാതകത്തിൽ കുടുങ്ങിയാൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗുണ്ടകൾ ഒരു നിമിഷം മടിച്ചു. അശോക് ദേഷ്യം പിടിച്ചു. നിർത്തൂ, അവൻ്റെ വാക്ക് കേൾക്കണ്ട. അശോക് സാർ, നിങ്ങൾ എനിക്ക് പണം നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. എന്നാൽ ഞാനൊരു നിരപരാധിയെ കൊല്ലില്ല, ഒരു ഗുണ്ട പറഞ്ഞു. അശോക് ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ നിനക്ക് തന്ന പണം നീ എന്തു ചെയ്തു? ഞാൻ പണം വാങ്ങിയില്ല, ഞാൻ വെറുമൊരു നടനാണ്. നിങ്ങളൊരു വലിയ കൊലപാതകിയാണ്. നിങ്ങൾക്കെതിരെ സാക്ഷിമൊഴി നൽകാൻ ഒരവസരം ലഭിച്ചാൽ ഞാനത് ചെയ്യാൻ മടിക്കില്ല, ആ ഗുണ്ട പറഞ്ഞു. സത്യയും ആരതിയും ഒരു നിമിഷം ഞെട്ടി. ആ ഗുണ്ട സത്യയുടെ സുഹൃത്ത് പ്രവീണായിരുന്നു. പ്രവീൺ സത്യയെ നോക്കി. സത്യ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. സത്യ പുഞ്ചിരിച്ചു. അവൻ പ്രവീണിനെ കൊണ്ടുപോയതിൻ്റെ കാരണം ഇപ്പോൾ ആരതിക്ക് മനസ്സിലായി. സത്യ അശോകിൻ്റെ ഓഫീസിൽ നിന്നും പുറത്തു വന്നപ്പോൾ അശോകിൻ്റെ ചിരി കണ്ടപ്പോൾ തന്നെ അപകടം മണത്തു. പ്രവീണിനെ അയച്ച് അശോകിനെ നിരീക്ഷിക്കാൻ പറഞ്ഞിരുന്നു. അശോക് ദേഷ്യം പിടിച്ചു. അവൻ പ്രവീണിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സത്യയും ആരതിയും അരുണിനെ വേഗത്തിൽ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. അവരൊരു കാറിൽ കയറി അവിടെ നിന്നും വേഗത്തിൽ പോയി. അശോക് ദേഷ്യത്തോടെ ആക്രോശിച്ചു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാറിൽ പോകുമ്പോൾ ആരതി സത്യയെ നോക്കി ചോദിച്ചു, സത്യ, പ്രവീൺ നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത്? സത്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അശോക് എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രവീണിനെ ഒരു ഗുണ്ടയായി അയച്ചത്. പ്രവീൺ എൻ്റെ സുഹൃത്താണ്. അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവൻ അശോകിനെ അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. ആരതി സത്യയെ അത്ഭുതത്തോടെ നോക്കി. അവൻ്റെ ബുദ്ധിസാമർഥ്യവും ധൈര്യവും അവളെ ആകർഷിച്ചു. അവരിപ്പോൾ സുരക്ഷിതരായിരുന്നു. എന്നാൽ അവരുടെ ജോലി തീർന്നിരുന്നില്ല. അവർ 3 പേരും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അശോകിൻ്റെ ഗൂഢാലോചന, അരുണിൻ്റെ സാക്ഷിമൊഴി, ദേവിയുടെ ഡയറിയെല്ലാം പോലീസിനെ ഏൽപ്പിച്ചു. പോലീസുകാർ അരുണിൻ്റെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ അശോകിനെ അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം കോടതിയിൽ സത്യയും ആരതിയും ചേർന്ന് അശോകിനെതിരെ വാദിച്ചു. അരുണിൻ്റെ സാക്ഷിമൊഴി, ദേവിയുടെ ഡയറി, അശോകിൻ്റെ സ്വന്തം കുറ്റസമ്മതം എന്നിവയെല്ലാം അശോക് ഒരു കൊലപാതകിയാണെന്ന് തെളിയിച്ചു. ജഡ്ജി അശോകിന് ജീവപര്യന്തം തടവ് വിധിച്ചു. കേസ് നമ്പർ 41 അവസാനിച്ചു. അശോക് ജയിലിലായെങ്കിലും കേസ് നമ്പർ 41ൻ്റെ പിന്നിലെ യഥാർത്ഥ നിഴൽ രൂപം അപ്പോഴും അദൃശ്യമായിരുന്നു. സത്യയുടെയും ആരതിയുടെയും അന്വേഷണ ബുദ്ധി അവരെ എത്തിച്ചത് അപ്രതീക്ഷിതമായ ഒരു സത്യത്തിലേക്കാണ്. സത്യയുടെ സുഹൃത്തും ഫോറൻസിക് വിദഗ്ധനുമായ പ്രവീൺ ദീപകിൻ്റെ ഫോൺ രേഖകൾ വീണ്ടും സൂക്ഷ്മമായി പരിശോധിച്ചു. ദീപക് മരിക്കുന്നതിന് മുമ്പ് സംസാരിച്ചത് ഒരു വെർച്വൽ നമ്പർ വഴിയാണെന്ന് പ്രവീൺ കണ്ടെത്തി. ഈ നമ്പറിൻ്റെ ഉറവിടം തേടിപ്പോയ സത്യയും ആരതിയും എത്തിച്ചേർന്നത് MKP ഗ്രൂപ്പിലെ IT വിഭാഗം തലവനായ രമേശിൻ്റെ അടുത്താണ്. രമേശ് ദീപകിൻ്റെ പിതാവ് കതിർവേലിൻ്റെ വിശ്വസ്തനായിരുന്നുവെങ്കിലും കമ്പനിയുടെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് അവൻ നടത്തിയിരുന്നു. ദീപക് ഈ തട്ടിപ്പുകൾ കണ്ടെത്തുകയും അത് പിതാവിനോട് പറയാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ദീപകിന് ആർക്കും അറിയാത്ത ഒരു ഹൃദ്രോഗമുണ്ടായിരുന്നു. ഇത് രമേശിന് അറിയാമായിരുന്നു. ദീപകിനെ കൊലപ്പെടുത്തിയാൽ താൻ പ്രതിയാകുമെന്ന് ഭയന്ന രമേശ് ദീപകിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. ദീപകിൻ്റെ ഹൃദയ സംബന്ധമായ മരുന്നുകൾക്കൊപ്പം 7 സൈലൻസ് എന്ന മാരക വിഷം രമേശ് രഹസ്യമായി നൽകി തുടങ്ങി. ഈ വിഷത്തിൻ്റെ ഫലമായി ദീപകിൻ്റെ മാനസിക നില തകരുകയും വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടുകയും ചെയ്തു. ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ ദീപക് സ്വയം വിഷം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് കാവ്യ അവിടേക്ക് വരുന്നത്. കാവ്യ ദീപകിനെ തടയാൻ ശ്രമിച്ചെങ്കിലും വൈകിപ്പോയിരുന്നു. ഈ സന്ദർഭം രമേശ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. കാവ്യയെ കൊടുക്കാൻ ആവശ്യമായ തെളിവുകൾ അവൻ മുൻകൂട്ടി തയ്യാറാക്കി. സത്യം പുറത്തു വരാതിരിക്കാൻ അശോക് എന്ന വക്കീലിനെ പണം നൽകി കൂട്ടുപിടിക്കുകയും ചെയ്തു. കേസ് വഴിതിരിച്ചുവിടുവാൻ ദേവി എന്ന നഴ്സിനെ കൊല്ലാനും രമേശ് മടിച്ചില്ല. രമേശിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സത്യയും ആരതിയും ഒരു തന്ത്രം മെനഞ്ഞു. ദീപക് മരിക്കുന്നതിന് മുമ്പ് രമേശിൻ്റെ തട്ടിപ്പുകൾ റെക്കോർഡ് ചെയ്ത ഒരു ഡിജിറ്റൽ ഡയറി തങ്ങളുടെ പക്കലുണ്ടെന്ന് അവർ രമേശിനെ വിശ്വസിപ്പിച്ചു. ഇത് പുറത്തു വന്നാൽ തൻ്റെ ജീവിതം തകരുമെന്ന് ഭയന്ന രമേശ് അത് കൈക്കലാക്കാൻ സത്യയുടെ ഓഫീസിലെത്താൻ നിർബന്ധിതനായി. ഓഫീസിലെത്തിയ രമേശിനെ സത്യയും ആരതിയും സമർത്ഥമായി ചോദ്യം ചെയ്തു. ഡിജിറ്റൽ ഡയറി തങ്ങൾക്ക് ലഭിച്ചുവെന്നും എല്ലാം അവസാനിച്ചുവെന്നും സത്യ പറഞ്ഞപ്പോൾ രമേശ് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചു. അതെ, ദീപകിനെ ഞാനാണ് ഇല്ലാതാക്കിയത്. എൻ്റെ സാമ്പത്തിക സാമ്രാജ്യം തകർക്കാൻ നോക്കി അവന് അത് വേണമായിരുന്നു. കാവ്യ വെറുമൊരു ഇര മാത്രമാണെന്ന് അവൻ ആക്രോശിച്ചു.
എന്നാൽ സത്യ ആ സംഭാഷണങ്ങളെല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്യുകയും പോലീസിനെ തത്സമയം കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രമേശ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ നിമിഷം തന്നെ മറഞ്ഞിരുന്ന പ്രവീണും പോലീസ് സംഘവും അവിടെ എത്തി അവനെ കീഴടക്കി. കാവ്യ പൂർണ്ണമായും നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. രമേശിന് തൂക്കുകയറോ ജീവപര്യന്തമോ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ സത്യ ഹാജരാക്കി. അശോകും ശിക്ഷിക്കപ്പെട്ടു. കേസ് നമ്പർ 41 അവസാനിച്ചപ്പോൾ കോടതി മുറിയിൽ 2 പ്രഗത്ഭരായ വക്കീലന്മാരുടെ ഉദയം കൂടി ചെന്നൈ നഗരം സാക്ഷ്യം വഹിച്ചു. ശത്രുക്കളായി തുടങ്ങി സത്യയും ആരതിയും പരസ്പരം തിരിച്ചറിയുകയും പ്രണയത്തിലാവുകയും ചെയ്തു. അവർ തങ്ങളുടെ ജീവിതം നീതിക്കായി സമർപ്പിച്ചു. സത്യ ആരതി അസോസിയേറ്റ് എന്ന പേരിൽ ഒരു പുതിയ ഓഫീസ് തുറന്ന് അവർ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിരപരാധികൾക്കും വേണ്ടി പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ.